എല്ലാവർക്കും നമ്മുടെ പുതിയ 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 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഒന്നിങ്ങി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എലിക്കുട്ടിയമ്മ ഇവിടെ ഉണ്ട്. എലിക്കുട്ടിയമ്മ വരുന്നില്ല. എലിക്കുട്ടിയമ്മയ്ക്ക് കൈ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ എന്നാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു എൻഗേജ്മെന്റ് ആണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചിൻ്റെ ആണ്. അപ്പൊ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആയിരിക്കും. അവരുടെ എന്താ ഒന്നും കാണാൻ പറ്റില്ല. എൻഗേജ്മെന്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ടാവും. ആൾക്കാർ ഫുഡൊക്കെ കഴിയാൻ തുടങ്ങിയിട്ട് 12 മണിക്ക് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ 1 മണിയായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും നേരെ പോവുക. അതാണ് ആരുന്നിടത് സന്ദീപേട്ടായി എവിടുന്നോ? കൊറിയെന്നോ ചൈനയെന്നോ കൊറിയെന്നോ? കൊറിയയില് കൊറിയൻ പ്രൊഡക്റ്റാണ് കേട്ടോ. അതൊരു പ്ലെയിനാണ്, കളിക്കാനുള്ളതാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ അത് തെറ്റി. ഇതെന്താണെന്ന് കാണിച്ചിട്ടാ? ഇത് പേനയാണ്. ഇത് സ്കൂളിൽ കൊണ്ടുപോയോ? അപ്പോൾ തിങ്കളാഴ്ച കൊണ്ടുപോകല്ലോ. വീട്ടിലിറങ്ങി വന്നിരിക്കാൻ കേട്ടോ. ആൻറ്റിയൊക്കെ ഒരുങ്ങുന്നേ ഉള്ളൂ. ഞാൻ ഒരുങ്ങി ഏകദേശം ഒരുങ്ങി ക്രിസ്റ്റൊക്കെ മേളിൽ നിന്ന് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻസേച്ചി എന്തിനാ പോയിറങ്ങി? ഗിഫ്റ്റ് നമുക്ക് ഒരുമിച്ച് കയറി കിടക്കാവേ. ഇപ്പം നടന്ന് ഭാഗം നമുക്ക് നടക്കാം. അത് ഞങ്ങൾ പയ്യെ നടക്കട്ടെ. അവർ വരുന്നത് എന്തെങ്കിലും. അയ്യോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്ന എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ അല്ല കേട്ടോ. അപ്പോൾ ഒരു തമിഴ് സ്റ്റൈലിൽ ഒരു എൻഗേജ്മെൻറ്റ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ്. നീ ഫസ്റ്റ് ടൈമല്ലല്ലോ പോകുന്നത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ. കൊള്ളാം. ഇറങ്ങി പോകണ്ട കേട്ടോ. നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിൽ. ഈ ഇറക്കം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇറങ്ങും. അവിടുത്തെ കയറ്റം ഉണ്ട്, അത് ഭയങ്കര പാടാണ്. അത് ഇവൻ്റെ സ്കൂൾ അവിടെ ഉണ്ടാകും. ഡെയിലി കയറുന്നുണ്ട്. കല്യാണം അവസാനിക്കാറായപ്പോഴൊക്കെ ഞങ്ങൾ ഒരുക്കി പോകുന്നത്. അപ്പോൾ എന്താ കുഴപ്പമില്ല, നമുക്ക് അവിടെ ചെന്ന് ചെറുക്കനും പെണ്ണിനും കണ്ടാൽ മതി. ഇറക്കം ഞാൻ കളിക്കില്ല, കാരണം ഞാൻ വീഴും. വലിയ കയറ്റമാണ് കയറേണ്ടത്. അയ്യോ, ഏത് കയറ്റം? കൃഷ്ണചേട്ടൻ. ഓ അത് ശരിയാ, ചങ്ക് പൊളിച്ചിരിക്കും. അതെ, നമ്മൾ ആടിപ്പാടി ചെല്ലുമ്പോഴത്തേക്കും അവിടെ കല്യാണം കഴിഞ്ഞവർ വീട്ടിൽ പോകും. നീ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും എങ്ങനെയാണ് അവിടെ ഡാൻസ് കളിച്ചോണ്ടാണോ പോവുള്ളൂ? സ്കൂളിൽ പോകുമ്പോൾ ഡാൻസ് കളിച്ചേ പോവുള്ളൂ? ഇവിടെ ഉള്ളവർ അല്ലാതെ ഇറക്കാൻ പറ്റത്തില്ല. ഇവരുടെ കൂടത്തെ ഡാൻസ് കൂടെ കളിച്ചോണ്ട് പോകുന്നത്. അയ്യോ. അയ്യോ അയ്യോ.
അപ്പോൾ അതേ പകുതിയായി കല്യാണം കേട്ടോ. പകുതിയല്ല, തീർന്നു തോന്നുന്നു. ഞങ്ങള് പേരില്ല ഇത് മാറ്റിയിട്ട് വിടും. ഓക്കെ, അപ്പോൾ അതേ നാട്ടോ ചെക്കനും വേണം. കൂടെ ഇവിടെ ഒരു നച്ചാതെ ആരെ കൊണ്ടൊന്നും എടുപ്പിക്കും, പിള്ളേരെ കൊണ്ട് എടുപ്പിക്കാം. നിൽക്കടാ നിൽക്കടാ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പരിപാടിയൊക്കെ പകുതിയായി കേട്ടോ. സീനില്ല, ഞങ്ങളെന്തായാലും കഴിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. മതി മതി, കഴിക്കാനുള്ള സെറ്റായി. അവിടെ വിഷ്ണു ചേട്ടൻ നല്ല സെറ്റ് എന്നാ കഴിച്ചു. ഇത് പെണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ. ആ പൊക്ക മതി മതി. പെണ്ണിൻ്റെ അമ്മ. സ്പെഷ്യൽ സാധനം ഇവിടുത്തെ സ്പെഷ്യലല്ല, ഇത് തമിഴ്നാട്ടിലെ സ്പെഷ്യലാണ്. അവരുടെ സ്പെഷ്യൽ എന്തോ കേസരി കേട്ടോ. കേസരിയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കഴിച്ചു കഴിഞ്ഞു. കേസരി എങ്ങനെയാണ് നോക്കട്ടോ. നെയ്യുടെ ടേസ്റ്റ് കൊള്ളാം. റവ കേസരി കേട്ടോ. ഞങ്ങൾ കൈ ഇടാൻ വേണ്ടി പോകണം കേട്ടോ. ഗായ്സ് ടാപ്പ് വരാ. അടച്ചിട്ടേക്ക് വരും. ഉള്ളിൽ ഇതാണ് ക്ലാസ്. ഇതിലേത് ബെഞ്ചിലായിരിക്കുന്നത്? ഏറ്റവും ഫ്രണ്ട് ബെഞ്ച്. ഓ ഗുഡ്. ഈ സൈഡിൽ നമുക്കാണ് കുട്ടിക്കട്ടാളങ്ങൾ കുറെ പേരൊക്കെ അമ്പലത്തിൽ ജോമിഷ ജ്യോതിഷ്. നീ പിടിക്കൂലേ? ആ 5 കഴിച്ചാല്. ആള് സാരി ഇട്ടെടുത്തേ. രാവിലെ ഞാൻ സാരി എടുത്തു ഇറങ്ങി നിന്ന് ആണ്ട സാരി. രാവിലെ ഞാൻ ഉടുപ്പിച്ചു. ഞാനെടാ സാരി രാവിലെ ഉടുപ്പിച്ചു കൊടുത്തേ. ഞാൻ അവിടെ ഒന്ന് ഉടുപ്പിച്ചു. നീ ഓർക്കല്ലേ? ഇല്ലെന്നോ? അവക്ക് പറിച്ച് ഞാൻ അവിടെ കൊടുത്തു കൊടുത്തിട്ട് അവള് പറയണ കേട്ടോ. അല്ലടാ സത്യല്ലടാ. കണ്ടോ ചേട്ടന്മാര് പറഞ്ഞു കള്ളി നീ എന്നിട്ട് നോള പറഞ്ഞില്ലേ? ഞാൻ ഓർമ്മ കൊടുത്തല്ല. അവൻ കൊതി വിട്ട് വയറിളകി കിടക്കും. 2 മേടിച്ചോടാ. ജ്യൂസ് മേടിക്കാനായിട്ട് പിള്ളേർക്ക് തെരുവരെ കോരിട്ട്. അവനെന്ത് ജ്യൂസൊക്കെ തീർന്നു കേട്ടോ. അയ്യോടാ എന്നെ മുന്നേ എവിടെയാടാ അക്രീം? കൊച്ചു കഴിച്ചോ? എത്രാമത്തെ ഐസ്ക്രീം വായിക്കുന്നേ? ആദ്യം 4ാമത്തെ, പിന്നെ 5ാമത്തെ. അമ്പോ കഴിച്ചോ? വേണ്ട കഴിച്ചോ വേണ്ടെന്ന്. ഞാൻ അടുത്ത് വരുമ്പോൾ നിനക്ക് മാറ്റിക്കൊണ്ട് പോകാനല്ലേ? എനിക്ക് വേണ്ട. പോയി കഴിച്ചു എനിക്ക് വേണ്ട.
ആൾക്കാരവിടെ നിന്ന് ജ്യൂസ് കുടിക്കണം കേട്ടോ. ഇത് ആരുടെ ഓട്ടയെന്ന് അറിയത്തില്ല, ആരുടെ ഓട്ടയെ കയറിയാതിരിക്കുന്നത്. അവിടെ തീർന്നു വെച്ചോ, ഒരു ഗ്ലാസ് കുടിച്ചോ, നീ കുടിച്ചോ, കുടിച്ചിട്ട് കൊള്ളോ. പദം മാത്രമുള്ളതുകൊണ്ട് മധുരമില്ല. ലാസ്റ്റത്തെ ഏതുണ്ടടാ? കുട്ടിയമ്മ എന്നെ കുട്ടി ചേച്ചിനെ കണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് കാണിച്ച്. അല്ല ഇതിൻ്റെ അകത്ത് എന്തുവാ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇത് ചായ കുടിക്കാൻ ചോറ് തിന്നാൻ ചെറുക്കൻ്റെ വീട്ടുകാരുടെ സമ്മാനം. ഇപ്പം എൻഗേജ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടി അടിപൊളിയായിരുന്നു. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ കയറ്റം കയറാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിച്ചെല്ലാം അവിടെ ദഹിച്ചു പോകും. പിന്നെ ബിൻസ്റ്റേഷിയൊക്കെ ഒരു മരിച്ച ഇടക്കിന് പോയിരിക്കുകയാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഏൽക്കുട്ടിയമ്മ കല്യാണത്തിന് വന്നില്ലല്ലോ, അതുകൊണ്ട് കല്യാണ വീട്ടിൽ നിന്ന് ദേ ബിരിയാണി, അതുപോലെ ദേ ചിക്കൻ കറി, അതുകൂടാതെ ദേ ഇത് എന്താ പേര് പറയുന്നത്? അയ്യോ, കേസരി 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 എനിക്ക് എപ്പോഴും മാറിപ്പോട്ടോ. അപ്പോൾ അത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ അവിടെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു ഫുഡ്, അപ്പോൾ ചേച്ചി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ നമുക്കും തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് കിടന്ന് സുഖമായിട്ട് ഇറങ്ങാൻ പോകണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അമ്മച്ചിയുടെ കൈയുടെ വേദനയൊക്കെ മാറാൻ എല്ലാവരും വേഗം പ്രാർത്ഥിക്കണം. ഞങ്ങളും തിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കേ, ബൈ.